rank 47 IAS, Nandana. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾ, പ്രിയപ്പെട്ട പേരൻസ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തതിനും എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞതിനും ഫോർച്യൂണിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം റിസൾട്ട് വന്നിട്ട് 1 മാസത്തോളം ആയി. അപ്പോൾ നമ്മൾ പല ആൾക്കാരും പലയിടത്തും വെച്ച് അവിടെ ഇവിടെയും കുറച്ച് ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. പക്ഷേ റിസൾട്ട് വന്നിട്ട് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റിയത് ഈ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഡിഗ്നിറ്ററീസ് ഉണ്ട്. എല്ലാവരുമായിട്ടും ഞങ്ങളെല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ സ്റ്റേജിലാണ്. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജിൽ മോക്ക് ഇൻ്റർവ്യൂസ്, ഫോർച്യൂണിൻ്റെ മോക്ക് ഇൻ്റർവ്യൂസിൽ എല്ലാവരും പറഞ്ഞ ഇൻപുട്സൊക്കെ വളരെയധികം ഞങ്ങളുടെ ഇൻ്റർവ്യൂ ജേണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഈ സ്റ്റേജിൽ ഇരിക്കാൻ കഴിയുന്നതിലും ഇങ്ങനെ സംവദിക്കാൻ കഴിയുന്നതിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീം മൊമെൻ്റ് കൂടിയായിരുന്നു ഇങ്ങനെ ഒരു ഫെലിസിറ്റേഷനിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഫോർച്യൂണും ഞാനുമായിട്ടുള്ള അസോസിയേഷൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫോർച്യൂണിലേക്ക് വരുന്നത് 2020-ലാണ്. അപ്പോൾ ഫോർച്യൂൺ അവരുടെ സ്ലോഗനിൽ പറയും പോലെ തന്നെ ഫോർച്യൂൺ വാസ് മോർ ദാൻ ജസ്റ്റ് ആൻ അക്കാഡമി ഫോർ മീ. ഞാൻ ഫോർച്യൂണിലേക്ക് ആദ്യം വരുന്നത് 2020 കോളേജ് ഫൗണ്ടേഷൻ ബാച്ചിലാണ്. അപ്പോൾ ആ സമയത്ത് ശൈലേഷ് സാർ ഞങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ക്ലാസ് എടുക്കുമായിരുന്നു. നന്ദഗോപൻ സാർ ഞങ്ങളെ ജോഗ്രഫി പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് സാർ പറയുമായിരുന്നു, ഇത് കുറച്ചേ ഉള്ളൂ, ഇത് ടീസറാണ്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ PCM ബാച്ചിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ PCM ബാച്ചിലേക്ക് ഫോർച്യൂണിൻ്റെത് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ജേണിയിൽ ഓർക്കുന്ന കുറച്ചധികം മനുഷ്യരുണ്ട്. അപ്പോൾ അവരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ വേദി യൂസ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയേണ്ട ആൾ ഷെറിൻ സാറാണ്. ഷെറിൻ സാറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യം ഫോർച്യൂണിലേക്ക് വരുന്നത്. കാരണം ഞാൻ ഫൗണ്ടേഷൻ ബാച്ചിലുണ്ടായിരുന്ന സമയത്ത് ഷെറിൻ സാറാണ് എല്ലാ ആഴ്ചയും ഒരു കറങ്ങുന്ന കസേരയിൽ വന്നിരുന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, ഫോർച്യൂൺ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതെല്ലാം തന്നില്ലേ, ഇനി എന്തെങ്കിലും ഞങ്ങൾ ചെയ്യാനുണ്ടോ, ഇനി എന്തെങ്കിലും തരാനുണ്ടോ എന്ന് എല്ലാ ആഴ്ചയും വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾ ഷെറിൻ സാറാണ്. അപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് ആലോചിക്കുന്നത്, ഞാൻ പോലും എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഇത്രയും ക്യൂരിയസ് അല്ല, അല്ലെങ്കിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് അല്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഫോർച്യൂൺ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അത്രത്തോളം റെസ്പെക്റ്റോടു കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഫോർച്യൂണിനൊരു സൈഡ് ബാച്ച് മാത്രമല്ല, അവരെല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഫീലിംഗ് ഓഫ് റെസ്പെക്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഫോർച്യൂണിലേക്ക് വരുന്നത്. പിന്നെ ഞാനങ്ങനെ പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്ന ആളല്ല. അപ്പോൾ ഫോർച്യൂണിൻ്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ റിസൾട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിസർച്ചൊക്കെ നടത്തി ഒരു 10-20 ആൾക്കാരോട്, ഇവിടെ പഠിച്ച ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ അക്കാഡമി എന്ന്. അപ്പോൾ ഞാനൊരു 20 ആൾക്കാരോട് ചോദിച്ചതിൽ 19 ആൾക്കാരും എന്നോട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരാൾ എന്നോട് ആകെ ഒരു നെഗറ്റീവ് പറഞ്ഞത്, ഇവിടുത്തെ AC ഭയങ്കര തണുപ്പാണ്. അത് മാത്രമാണ് ഫോർച്യൂണിനെ കുറിച്ച് എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കോഴ്സ് തീരാറായപ്പോൾ ശൈലേഷ് സാറ് ഞങ്ങളോട് വന്ന് ഫോർച്യൂൺ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫോർച്യൂൺ ഫാമിലിയുടെ പാർട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോർച്യൂണിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും 2022 PCM ബാച്ചിൻ്റെ പാർട്ടായിട്ട് ഫോർച്യൂണിലേക്ക് വരുന്നത്. അപ്പോൾ PCM ക്ലാസ്സിൽ ഒബ്വിയസ്ലി നല്ല ക്ലാസ്സസ് ആയിരുന്നു. നന്ദഗോപൻ സാർ ഇവിടെയുണ്ട്, ഇന്ത്യ സാർ ഇവിടെയുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സസൊക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഫോർച്യൂൺ തന്നിട്ടുള്ള മെൻറ്റർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ ദിശ മെൻറ്റർ ഹേമന്ത് ശിവൻ സാറായിരുന്നു. ഞാൻ ഹേമന്ത് സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആ സമയത്ത് വെറും ഒരു ബിഗിനർ മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനുള്ള ഒരാൾ എൻ്റെ ദിശ മെൻറ്ററായിട്ടുള്ള ഹേമന്ത് സാറായിരുന്നു. സാറ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ പ്രിലിംസ് മെൻറ്റേഴ്സ് ഉണ്ട്, എ ബി സാറും ജസ്വിൻ സാറും. ഞാൻ പ്രിലിംസ് പാസ്സാവാനുള്ള, എൻ്റെ 2 അറ്റംപ്റ്റിലും പ്രിലിംസ് പാസ്സാവാനുള്ള കാരണം അവർ രണ്ടാളുമാണ്. ഞാൻ ലോ ആയിട്ടിരുന്ന എല്ലാ സിറ്റുവേഷൻസിലും എന്നെ മുന്നോട്ട് കൈപിടിച്ച് നടത്തിയ ആൾക്കാർ എബി സാറും ജസ്വിൻ സാറുമാണ്. തീർച്ചയായിട്ടും അവരില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രിലിംസ് എന്ന ഫസ്റ്റ് സ്റ്റേജ് ഒരിക്കലും കടക്കില്ലായിരുന്നു. പിന്നീട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ പ്രിലിംസ് തോൽവിയിൽ എനിക്ക് പിന്നെ ഫോർച്യൂണിലേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് റിസൾട്ട് വരുന്ന ദിവസം നന്ദഗോപൻ സാറിനോട് സംസാരിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, ഫോർച്യൂണിൽ അങ്ങനെ ജയിച്ചവരും തോറ്റവരും ഒന്നുമില്ല, നമ്മളെല്ലാവരെയും ഇവിടെ ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ ധൈര്യമായിട്ട് മെയിൻസ് ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തോളൂ എന്ന് എന്നോട് പറഞ്ഞത് നന്ദഗോപൻ സാറാണ്. അങ്ങനെ ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പോഴാണ് ഞാനൊരു വലിയ മനുഷ്യനെ കണ്ടുമുട്ടുന്നത്, ഷഹദ് സാറും പിന്നെ ഫൈറൂസ് മാമും. ആ സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞാൻ വളരെ ലോയിലാണ് അന്ന് നിൽക്കുന്നത്. പക്ഷേ അന്ന് ഷഹദ് സാർ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല നീ പ്രിലിംസ് പാസ്സായ ആളാണോ അല്ലയോ, അല്ലെങ്കിൽ നീ ഈ വർഷം മെയിൻസ് എഴുതുന്നുണ്ടോ എന്ന് സാർ എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ തോൽവിയിലിരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാതെ എൻ്റെ ആൻസർ കറക്റ്റ് ചെയ്ത് തരുന്ന ഒരാൾ ആ സമയത്ത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഫൈറൂസ് മാം ആണെങ്കിലും പിന്നീട് ഷഹദ് സാറുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലും ഒത്തിരി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത്, ഞാൻ ഇൻ്റർവ്യൂവിന് സാറുമായിട്ട് 1-on-1 എടുക്കാൻ ചെല്ലുമ്പോൾ സാർ ഒരു സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും, നന്ദന ജി പി. എന്നിട്ട് നന്ദന ജി പിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസേഴ്സിനനുസരിച്ച് സാർ എനിക്കതിൽ കളർ കോഡ് ചെയ്ത് ഗ്രീനും ബ്ലൂ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഫൈറൂസ് മാം ആണെങ്കിലും എൻ്റെ എസ് എ പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലും മാം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഈ ജേർണിയിൽ ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ നിതിൻ സാറാണ്. സാർ ഇവിടെ ഇല്ല. വർഷം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സ് ഒളിച്ചിരുന്ന് കാണാനാണ് സാറിന് ഇഷ്ടം എന്ന് തോന്നുന്നു. സാർ ഇവിടെ ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ ജേർണിയിൽ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് നിതിൻ സാറിനോടാണ്. നിതിൻ സാറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു അക്കാഡമിക് പാർട്ടും ഉണ്ട്, നോൺ അക്കാഡമിക് പാർട്ടും ഉണ്ട്. അക്കാഡമിക്കിൽ പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും, ഞാൻ മാത്രമല്ല സാറിൻ്റെ മെൻറ്റീസിന് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണ്ണീക്കുന്നതും രാത്രി ഉറങ്ങുന്നതും സാറിൻ്റെ മെസ്സേജ് വായിച്ചിട്ടാണ്. സാർ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കും. നമുക്ക് എന്ത് ടോപ്പിക്കിന് എന്ത് നോട്ട് ആവശ്യമുണ്ടെങ്കിലും എവറിത്തിങ് ഈസ് ജസ്റ്റ് വൺ മെസ്സേജ് അവേ എന്നുള്ളൊരു വിശ്വാസം നിതിൻ സാറിൻ്റെ അടുത്തു നിന്നുണ്ടായിരുന്നു. സാറിന് മലയാളം വായിക്കാൻ അറിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഓപ്ഷനിൽ മലയാളമാണ്. സാറ് ഈവൻ വായിക്കാൻ അറിയാത്ത മലയാളത്തിന് പോലും എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടോപ്പോസ്കോപ്പി കണ്ടുപിടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അത്രയധികം എഫേർട്ട് സാറിൻ്റെ ഓരോ മെൻറ്റീസിന് വേണ്ടിയും സാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സാറിൻ്റെ ആ ഒരു അക്കാഡമിക് പാർട്ടിലെ കോൺട്രിബ്യൂഷനുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും നല്ലൊരു സ്കോറിലേക്ക് എത്താനും എന്നെ സഹായിച്ചത് നിതിൻ സാറിൻ്റെ മെൻറ്റർഷിപ്പാണ്. പക്ഷേ ഞാൻ സാറിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അക്കാഡമിക് പാർട്ടിനേക്കാളും കൂടുതലൊരു നോൺ അക്കാഡമിക് പാർട്ടാണ്. ഞാൻ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള, വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ജേർണിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിലും വീണു പോകാതെ എന്നെ മുന്നോട്ട് നടത്തിയത് നിതിൻ സാറാണ് എന്നെ ഇത്രയും നാൾ വിശ്വസിച്ചത്. എന്നോട് സാറ് നമ്മൾ വല്ലഭിയിലിരുന്ന് മെൻറ്റർഷിപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മെയിൻസിനൊരു 1 വീക്ക് മുമ്പ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, നന്ദന ടെൻഷൻ അടിക്കേണ്ട, 440 മാർക്സ് കിട്ടുമെന്ന്. ഇപ്പോൾ UPSC മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ ശരിക്കുള്ള മാർക്സ് 442 ആണ്. പക്ഷേ സാർ എന്നോട് അന്ന് 440 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. സാറ് വെറുതെ മെയിൻസിന് മുമ്പ് എന്നെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ലേ എന്ന്. പക്ഷേ സാറ് പറഞ്ഞ മാർക്ക് മാത്രമാണ് എൻ്റെ ശരിക്കുള്ള ആൻസർ ഷീറ്റിലും ഉള്ളത്. റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ സാർ എനിക്ക് മെസ്സേജ് അയച്ചു, ടുഡേ ഐ ആം ഹോപ്പിംഗ് ഫോർ ഗുഡ് ന്യൂസ് ഓൺലി എന്ന്. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ വെറുതെ എന്തിനാണ് എനിക്കിങ്ങനെ പ്രതീക്ഷ തരുന്നത്, ഞാൻ എങ്ങും എത്തില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴും നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള ഒരാൾ നിതിൻ സാറാണ്. സാറിനോട് ഈ വേദിയിൽ നിന്ന് മാത്രം നന്ദി പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാട് സാറുമായിട്ടുണ്ട്. പിന്നീട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡൺ സാറുണ്ട്, അച്യുത് സാറ്, മുനി സാറ്, അങ്ങനെ ഫോർച്യൂണിലെ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ ജേർണി സ്മൂത്താക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ ബിലീവ് ദർ ആർ സം അൺസങ് ഹീറോസ് ഹിയർ. അത് ഫോർച്യൂണിൻ്റെ സ്റ്റാഫാണ്. ഞാൻ ഫോർച്യൂണായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. എനിക്ക് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടെക്നിക്കൽ ടീമാണെങ്കിലും ഫോർച്യൂണിൻ്റെ റിസപ്ഷനിലിരിക്കുന്ന എല്ലാ സ്റ്റാഫും സ്റ്റുഡൻസിനോട് വളരെ വാമായിട്ടാണ് പെരുമാറുന്നത്.
എൻ്റെ മെയിൻസിൻ്റെ സമയത്ത് ഒരു നോട്ടൊന്ന് ഡിലീറ്റായി പോയതിന് ജസ്റ്റ് ബിക്കോസ് ഞാൻ ഒരു സ്റ്റുഡൻറ്റ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അവർ ആ നോട്ട്സ് മുഴുവൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫോർച്യൂണിൻ്റെ റിസപ്ഷനിൽ ചെല്ലുമ്പം തന്നെ നമുക്കറിയാം എന്താണ് വേണ്ടത്. OMR വേണോ, ക്വസ്റ്റ്യൻ പേപ്പർ വേണോ, എന്തും എടുത്തു തരാൻ നമ്മുടെ ജേർണി വളരെ സ്മൂത്താക്കാൻ ടെക്നിക്കൽ ടീമും ബാക്കി നമ്മുടെ ഫോർച്യൂണിൻ്റെ ആസ് എ ടീം ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോർച്യൂൺ as they say, it was not just an academy for me. എൻ്റെ ജേർണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു സെൻട്രൽ പില്ലറായിട്ട് നിൽക്കാൻ ഫോർച്യൂൺ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലോസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ ആരും അല്ലാതിരുന്നൊരു സമയത്ത് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് ഫോർച്യൂണാണ്. അപ്പോൾ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് സപ്പോർട്ട് ദാറ്റ് ഫോർച്യൂൺ ഹാസ് എക്സ്റ്റെൻഡഡ് ടു അസ് ആൻഡ് ഐ ബിലീവ് ഓർ ഐ വിഷ് ഫോർച്യൂൺ ടു ഡു ദ സെയിം ഫോർ ദ ഫ്യൂച്ചർ ആസ്പിറൻസ് ഫോർ many years. Thank you Fortune for the help they have extended, and thank you for the help they have extended from the bottom of my heart. Thank you.